നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് മസാല ഡയമണ്ട് കട്ടാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ മധുരമൊക്കെ ചേർത്തിട്ട് ഒക്കെ അല്ലേ തയ്യാറാക്കുന്നത്. ഇത് വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. കുറച്ച് വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പാകത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം ഓയിലൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് 3-4 ഉരുളകളാക്കി മാറ്റിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അല്പം പൊടി തൂളി കൊടുത്ത് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കത്തിയോ അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതുകൂടെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ട് ആദ്യത്തെ ഒരു സെക്ഷൻ വറുത്തെടുത്തിട്ട് ബാക്കിയുള്ളത് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് ഞാനൊരു പീസ് ഇട്ട് കൊടുത്തതാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അടിയിലേക്ക് പോയിട്ട് അത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. എണ്ണ നന്നായിട്ട് ചൂടായതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരുപാട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി ഉണ്ടായിരുന്ന മാവും ഞാൻ ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് മൈദയും കൊണ്ട് ഇത്രയും സ്നാക്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഡയമണ്ട് കട്ട് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.